Hello, in this section we are discussing about the Savannah region or tropical grasslands. Savannah. Savannah is a vegetation type that grows in the hot seasonally dry climatic conditions and is characterized by an open tree canopy. സവന റീജിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വെജിറ്റേഷൻ വളരുന്നത് വളരെ ചൂട് കൂടിയ ഒരു സാഹചര്യത്തിലാണ്. മാത്രമല്ല അതിൻ്റെ സീസൺസ് എന്ന് പറയുന്നത് വളരെ ഡ്രൈ ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഉള്ള സീസൺസ് ആണ് കാണപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഓപ്പൺ ട്രീ കനോപ്പിയാണ്. അതായത് സ്കാറ്റേർഡ് ട്രീസ് ആണ് സവനയിൽ കണ്ടുവരുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വെറ്റ് ഡ്രൈ ട്രോപ്പിക്സ് ഓർ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ്. സവനയുടെ മറ്റു പേരുകൾ എന്ന് പറയുന്നത് വെറ്റ് ഡ്രൈ ട്രോപ്പിക്സും അല്ലെങ്കിൽ ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് എന്നും സവന റീജിയൻ അറിയപ്പെടാറുണ്ട്. The wet and dry tropics form zones of transition between rainy tropics and the tropical desert. സവന റീജിയൻ എന്ന് പറയുന്നത് രണ്ട് റീജിയനിടയിലുള്ള ഒരു ട്രാൻസിഷൻ സോൺ ആണ്. അതായത് ഡ്രെയിനി ട്രോപ്പിക്സിനും ട്രോപ്പിക്കൽ ഡെസേർട്ടിനും ഇടയിൽ കാണപ്പെടുന്ന റീജിയനാണ് സവന റീജിയൻ. ലൊക്കേഷൻ. The Savannah region extends mainly between 80 to 20 degree north and south latitudes. സവന റീജിയൻ പൊതുവെ കാണപ്പെടുന്നത് 8 ഡിഗ്രിക്കും 20 ഡിഗ്രിക്കും ഇടയിലുള്ള ലാറ്റിറ്റ്യൂഡ്സിലാണ്. നോർത്തിലും സൗത്തിലും അത് കാണപ്പെടുന്നുണ്ട്. There are two different types of savanna, tropical and semi-tropical. രണ്ട് തരത്തിലുള്ള സവനയാണ് പൊതുവെ കാണപ്പെടുന്നത്, ട്രോപ്പിക്കൽ സവനയും സെമി ട്രോപ്പിക്കൽ സവനയും. The largest area of savanna are found in Africa, South America, Australia, Asia and Madagascar. This region extends a well-defined belt in Africa only. Elsewhere, these regions exist in irregular shape. ഒത്തിരി റീജിയനിൽ സവന കാണപ്പെടുന്നുണ്ട്. ആഫ്രിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഏഷ്യ, മഡഗാസ്കർ തുടങ്ങിയ സ്ഥലങ്ങളിൽ. എന്നിരുന്നാലും കുറച്ച് നല്ല രീതിയിൽ അതിൻ്റെ എക്സ്റ്റൻഷൻ ഉള്ള ആഫ്രിക്കയിൽ മാത്രമാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് ഇറഗുലർ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. സവന്നയുടെ വേൾഡ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു മാപ്പാണ്. അതിൽ നമുക്ക് കാണാൻ സാധിക്കും വ്യക്തമായിട്ട് നല്ലൊരു രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് ആഫ്രിക്കയിലാണ്. പിന്നെ കുറച്ച് ഓസ്ട്രേലിയയിലും സൗത്ത് അമേരിക്കയിലും വരുന്നുണ്ട്. ഏഷ്യയിലും അതുപോലെ തന്നെ നോർത്ത് അമേരിക്കയിലും വളരെ കുറച്ച് പോർഷൻസ് മാത്രമേ സവന്ന കാണുന്നുള്ളൂ. സൗത്ത് അമേരിക്കൻ സവന്ന. സൗത്ത് അമേരിക്കൻ സവന്ന ഇൻക്ലൂഡ് കോമ്പസ് ഓഫ് ബ്രസീൽ, ഗ്രാൻഡ് ചാക്കോ ഓഫ് ബൊളീവിയ, പരഗ്വായ് ആൻഡ് അർജന്റീന, then Llanos of Venezuela, then Bolivar Savannah of Northern Venezuela. അപ്പോൾ ഇത്രയും ഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും സൗത്ത് അമേരിക്കയിൽ സവനാസ് കാണപ്പെടുന്നത്. Central America, that is in North America, it is mainly found in the Pacific coast of Mexico and the Caribbean lowlands, major parts of the Yucatan Peninsula, Cuba and some islands of West Indies. നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഒക്കെ ഏറ്റവും സെൻട്രലായിട്ട് വരുന്ന പോർഷൻ, സെൻട്രൽ അമേരിക്കൻ പോർഷനിലാണ് സവന്ന റീജിയൻ കാണപ്പെടുന്നത്. പ്രധാനമായിട്ടും കരീബിയൻ ലോലാൻഡ്സിലും മെക്സിക്കോയിലും ക്യൂബയിലും വെസ്റ്റ് ഇൻഡീസിലെ കുറച്ച് ഐലൻഡ്സിലും യുകാത്താൻ പെനിൻസുലയിലും. നമുക്ക് ആ മാപ്പിൽ നോക്കാൻ ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് കാണപ്പെടുന്നതാണ് ട്രോപ്പിക്കൽ ഗ്രാസ്ലാൻഡ്സ് അല്ലെങ്കിൽ സവന്ന എന്ന് പറയുന്നത്. ആഫ്രിക്കൻ സവന്ന. In Africa, savannas extended a crescent-shaped belt encircling the rainy tropics. ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ സവന്നയുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആഫ്രിക്കയിൽ സവന്ന കാണപ്പെടുന്നത് റെയിനി ട്രോപ്പിക്സിന് ചുറ്റും എൻസർക്കിൾ ചെയ്ത ഒരു ക്രസന്റ് ഷേപ്പിലാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് അതിൻ്റെ മാപ്പ് കാണാൻ സാധിക്കും. ഏതാണ്ട് ഒരു ക്രസന്റ് ഷേപ്പിലാണത് കാണപ്പെടുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് സെനഗൽ, ഗുനിയ, മാലി, നൈജർ, ചാഡ്, സുഡാൻ, ഗാന ആൻഡ് സിംബാബ്വെ. The lowlands of Tanzania, Kenya, Ethiopia and west coast of Malagasy also contain the African savanna. Climate. The climate of savanna is better known as Sudan type. സവനയുടെ ക്ലൈമറ്റ് പൊതുവെ അറിയപ്പെടുന്നത് സുഡാൻ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് എന്നാണ്. It is characterized by alternating hot rainy season and cool dry season. സുഡാൻ ടൈപ്പ് അല്ലെങ്കിൽ സവന ടൈപ്പ് ഓഫ് ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ഹോട്ടായിട്ടുള്ള ഡ്രെയിനി സീസൺ ആയിരിക്കും. അതിനെ അക്കമ്പനി ചെയ്തൊരു കൂളായിട്ടുള്ള ഡ്രൈ സീസൺ വരും. ഡ്രെയിനി സീസൺ ആണെങ്കിൽ തന്നെയും വളരെ ഹോട്ടായിരിക്കും, കൂൾ സീസൺ ആണെങ്കിൽ തന്നെയും വളരെ ഡ്രൈ ആയിരിക്കും. During the hot season, the noon temperature is over 40 degrees Celsius and are quite frequent. When the night falls, clear skies promotes re-radiation and the temperature drop below 28 degrees Celsius.
ഡേ ടൈമിൽ ഹോട്ട് സീസണിൽ ന്യൂൺ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 40 ഡിഗ്രി സെൽഷ്യസ് വരെ പോകാറുണ്ട്. അതേസമയം നൈറ്റിൽ റേഡിയേഷൻ കാരണം ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസിന് താഴെ എത്തും. The extreme diurnal range of temperature is the characteristic feature of savanna lands. Savanna landsന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എക്സ്ട്രീം ഡയറൂണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണ്. അതായത് ഡെയിലി മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സവന്ന റീജിയനിൽ കൂടുതലായിരിക്കും. The conditions are warm to hot in all seasons, but significant rainfall occurs for only a few months each year, about October to November in the southern hemisphere and April to September in the northern hemisphere. പൊതുവേ പറയുന്നെങ്കിൽ കാലാവസ്ഥ വാം ടു ഹോട്ട് ആണ്. ഇനി ഒക്കേഷണലി റെയിൻഫോൾ ഉള്ള സിഗ്നിഫിക്കൻറ്റ് റെയിൻഫോൾ കിട്ടുന്ന കുറച്ച് മാസങ്ങളുമുണ്ട്. സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റെയിൻഫോൾ കിട്ടുന്ന മാസം സദേൺ ഹെമിസ്ഫിയറിൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയും നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുമാണ്. The dry season is typically longer than the wet season, but it varies considerably from 2 to 11 months. പൊതുവെ ഡ്രൈ സീസണാണ് വെറ്റ് സീസണെക്കാട്ടും കൂടുതലായിട്ട് സവന റീജിയനിൽ കാണപ്പെടുന്നത്. പക്ഷേ പല രീതിയിലുള്ള സവനയുണ്ട്. അപ്പോൾ സവന ടൈപ്പിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് വ്യത്യാസം വരും. 2 മുതൽ 11 മാസം വരെ ഡ്രൈ സീസണിൽ വേരി ചെയ്യാം ഓരോ ടൈപ്പിനനുസരിച്ച്. Mean monthly temperature are about 10 to 30 degrees Celsius in the dry season and 20 to 30 degrees Celsius in the wet season. മീൻ മന്ത്ലി ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡ്രൈ സീസണിലെ മീൻ മന്ത്ലി ടെമ്പറേച്ചർ 10 മുതൽ 20 ഡിഗ്രി സെൽഷ്യസിന് ഇടയിലായിരിക്കും. അതേസമയം വെറ്റ് സീസണിലെ മീൻ മന്ത്ലി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. Savannahs may be subdivided into 3 categories. സവനയെ പൊതുവെ 3 തരത്തിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. വെറ്റ് സവന, ഡ്രൈ സവന, തോൺ ബുഷ് സവന. ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിൻ്റെ ഡ്രൈ സീസണിൻ്റെ ലെന്തിൻ്റെ ബേസിലാണ്. ഇൻ വെറ്റ് സവന ദ ഡ്രൈ സീസൺ ടിപ്പിക്കലി ലാസ്റ്റ് 3 to 5 months. In dry savanna 5 to 7 months. And in thorn bush savanna it is even longer. വെറ്റ് സവന എന്ന് പറയുന്നത് ഡ്രൈ സീസണിൻ്റെ കാലാവധി 3 മുതൽ 5 മാസം വരെ ആയിരിക്കും. ഡ്രൈ സവനയിൽ 5 മുതൽ 7 മാസം വരെ ഡ്രൈ സീസൺ ആയിരിക്കും. ഇനി തോൺബുഷ് സവനയിലാണെങ്കിലോ 7 മാസത്തിൽ കൂടുതൽ, അതായത് 11 മാസം വരെ, ചിലപ്പോൾ 12 മാസം വരെയും ഡ്രൈ സീസൺ ആയിരിക്കും. Precipitation. Mean annual precipitation is generally 80 to 150 centimeter, although in some central continental location it may be as low as 50 centimeter. മീൻ മന്ത്ലി പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് 80 മുതൽ 150 സെൻറ്റിമീറ്റർ വരെയാണ്. പക്ഷെ ചില സെൻട്രൽ ലൊക്കേഷൻസിൽ 50 സെൻറ്റിമീറ്ററിന് താഴെ മാത്രമായിരിക്കും ആനുവൽ റെയിൻഫോൾ കിട്ടുന്നത്. The amount of rainfall decreases towards the desert. ട്രോപ്പിക്കൽ റെയിനി ട്രോപ്പിക്സിനും അതുപോലെ തന്നെ ഡെസേർട്ടിനും ഇടയിലുള്ള റീജിയനാണ് സവന എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഡെസേർട്ടിന് അടുത്തുള്ള ഭാഗങ്ങളിൽ റെയിൻഫോളിൻ്റെ എമൗണ്ട് വളരെ കുറവായിരിക്കും. On the basis of length of the wet season and the total precipitations, these regions are divided into 3. ഇനി വെറ്റ് സീസണിൻ്റെ ലെങ്ത് അനുസരിച്ചും ടോട്ടൽ പ്രസിപ്പിറ്റേഷൻ അനുസരിച്ചും സവനയെ വീണ്ടും രണ്ടായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്. സമനാസ് വിത്ത് ഷോർട്ട് വെറ്റ് സീസൺ. അടുത്ത പ്രത്യേകത അവിടുത്തെ റെയിൻഫോൾ എന്ന് പറയുന്നത് 25 മുതൽ 75 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. അതുപോലെ തന്നെ സവന വിത്ത് ലോങ് വെറ്റ് സീസൺ. അടുത്ത റെയിൻഫോൾ 75 മുതൽ 180 സെൻറ്റിമീറ്റർ വരെ ആയിരിക്കും. ആനുവൽ റെയിൻഫോളിൻ്റെ കാര്യമാണ് പറഞ്ഞത്. Convectional rainfall and the thunderstorms are common. ഇവിടെ ഉണ്ടാകുന്ന precipitation എന്ന് പറയുന്നത് convectional type of rainfall ആണ്. മാത്രമല്ല thunderstorm എന്ന് പറയുന്നത് ഒരു common phenomenon ആണ്. Winds and humidity. The prevailing winds of the region are the trade winds which bring rain to the coastal areas. സവന റീജിയനിൽ കണ്ടുവരുന്ന പെർമനന്റ് വിൻഡ് അല്ലെങ്കിൽ പ്രിവെയിലിംഗ് വിൻഡ് എന്ന് പറയുന്നത് ട്രേഡ് വിൻഡ്സ് ആണ്. ട്രേഡ് വിൻഡ്സ് ആണ് സവന റീജിയനിലെ കോസ്റ്റൽ ഏരിയാസിൽ മഴ എത്തിക്കുന്നത്. They are relatively dry by the time they reach the continental interiors or the western coast of the continent. പക്ഷേ അത് കോണ്ടിനെന്റ് ഇന്റീരിയറിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ വെസ്റ്റേൺ കോസ്റ്റിൽ എത്തുമ്പോഴത്തേക്കും വളരെ ഡ്രൈ ആയിട്ട് കാണപ്പെടുന്നു. കാരണം എന്ന് പറയുന്നത് അതിലുള്ള ജലാംശമെല്ലാം കോസ്റ്റൽ ഏരിയാസിൽ മഴയായിട്ട് അത് പെയ്യിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ വളരെ കുറച്ച് ജലാംശം മാത്രമേ അതിൽ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കോണ്ടിനെന്റൽ ഇന്ത്യയിൽ എത്തുമ്പോഴത്തേക്കും വളരെ ഡ്രൈ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇൻ വെസ്റ്റ് ആഫ്രിക്ക the northeast trade winds blow from the Saharan desert and reach the Guinea coast as a dry dust-laden wind called harmattan, meaning the doctor. വെസ്റ്റ് ആഫ്രിക്കയുടെ കാര്യം എടുക്കുന്നെങ്കിൽ അവിടെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് സഹാറൻ ഡെസേർട്ട് മുതൽ ഗിനിയൻ കോസ്റ്റ് വരെ വീശുന്നുണ്ട്. വളരെ ഡ്രൈ ആയിട്ടുള്ള ഡസ്റ്റ് ലാഡൻ ആയിട്ടുള്ള ഒരു ലോക്കൽ വിൻഡാണ്. അതിനെ വിളിക്കുന്നത് ഹമാറ്റൺ എന്നാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് ഡോക്ടർ എന്നാണ്. ഇറ്റ് ഈസ് സോ ഡ്രൈ ആൻഡ് ഇറ്റ്സ് ഹ്യൂമിഡിറ്റി പെർസെൻറ്റേജ് ഇസ് 30%. ആ വിൻഡിൻ്റെ
ഹ്യൂമിഡിറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 30% മാത്രമാണ്. വളരെ ഡ്രൈ ആയിട്ടൊരു വിൻഡാണ്. ദ ഹമാട്ടൻ പ്രൊവൈഡ്സ് എ റിലീഫ് ഫ്രം ദ ഡാപ്നെസ് ഓഫ് ദ ഗുനിയ കോസ്റ്റ് ബൈ ഇൻക്രീസിംഗ് എവോപ്പറേഷൻ. സഹാറ ഡെസേർട്ടിൽ നിന്ന് ഗുനിയ കോസ്റ്റിലായിട്ടാണ് ഇത് വീശുന്നതെന്ന് പറഞ്ഞു. ഗുനിയ കോസ്റ്റിൽ ഭയങ്കര ഈർപ്പമുള്ള ഒരു അന്തരീക്ഷമാണ്, ഡാംനെസ് ഉള്ള ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ ആ ഡാംനെസ്സിന് റിലീഫ് കിട്ടാൻ വേണ്ടി ഈ ഡ്രൈ വിൻഡ് സഹായിക്കുന്നുണ്ട്. Natural vegetation. Savannas are characterized by continuous cover of perennial grasses, often 3 to 6 feet tall at maturity. സവനയുടെ മറ്റൊരു പേര് ട്രോപ്പിക്കൽ ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ സവനയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഗ്രാസസ് ആണ്, പ്രത്യേകിച്ച് പെർണിയൽ ഗ്രാസസ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3 to 6 feet ആണ്. They may or may not also have an open canopy of drought-resistant, fire-resistant or frost-resistant trees, or they may have an open shrub layer. ചില സമയത്ത് ചില സവനയിൽ ഓപ്പൺ കനോപ്പി കാണപ്പെടാറുണ്ട്, ചിലതിൽ ഓപ്പൺ കനോപ്പി കാണപ്പെടാറുമില്ല. ഇനി അത്തരത്തിൽ കാണപ്പെടുന്ന ട്രീസിൻ്റെ പ്രത്യേകത വളരെയധികം ഡ്രൗട്ടിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റുന്ന, ഫയറിനെ റെസിസ്റ്റൻ്റ് ചെയ്യാൻ പറ്റുന്ന ട്രീസ് ആയിരിക്കും. ചില സമയത്ത് ഓപ്പൺ ഷ്രബ് ലെയറും കാണപ്പെടാറുണ്ട്. Distinction is made between tree or woodland savanna, park savanna, shrub savanna and grass savanna. അപ്പോൾ അത്തരത്തിൽ ആ ഒരു വെജിറ്റേഷനെ ബേസ് ചെയ്ത് സവനെ ട്രീ സവന അല്ലെങ്കിൽ വുഡ്ലാൻഡ് സവന എന്നും പാർക്ക് സവന എന്നും shrub savanna എന്നും ഗ്രാസ് savanna എന്നും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. Furthermore, savannas may be distinguished according to dominant taxon in the tree layer. ഇനി മറ്റൊരു ക്ലാസിഫിക്കേഷൻ പറയുന്നത് സവനെ അതിൻ്റെ ട്രീ ലെയറിൽ ടാക്സോൺ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് പാം സവന, പൈൻ സവന, അക്കേഷ്യ സവന. അതായത് ഏത് ട്രീ ആണോ അവിടെ ഡോമിനൻ്റ് അത് തന്നെ ബേസ് ചെയ്തിട്ട്. മെനി പ്ലാന്റ്സ് സെറോഫൈറ്റിക്. ഇനി സവന റീജിയനിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെറോഫൈറ്റിക് ആണ്. അതായത് വെള്ളമില്ലെങ്കിലും അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്ത് കുറേ കാലം വരെ ജീവിക്കാൻ കഴിവുള്ള ചെടികളാണ് അവിടെ കാണപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ ദ അക്കേഷ്യ ട്രീ വിത്ത് ഇറ്റ് സ്മോൾ ആൻഡ് വാക്സി ലീവ്സ് ആൻഡ് തോൺസ്. പ്ലാന്റ്സ് മേ ഓൾസോ സ്റ്റോർ വാട്ടർ. ഇനി പ്ലാന്റ്സ് പലതരത്തിലുള്ള വെള്ളം സ്റ്റോർ ചെയ്യുന്ന പ്ലാന്റ്സും അവിടെ കാണപ്പെടാറുണ്ട്. ഉദാഹരണം എന്ന് പറയുന്നത് ബയോബാബ് ട്രീ ഓർ ഹാവ് ലോങ് റൂട്ട്സ് ദാറ്റ് റീച്ച് ഡൗൺ ടു ദ വാട്ടർ ടേബിൾ. ഇനി മറ്റു ചില പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാട്ടർ ടേബിൾ വരെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ലോങ് റൂട്ട്സ് ഉള്ള പ്ലാന്റ്സ് അവിടെ കണ്ടുവരുന്നുണ്ട്. സവന റീജിയൻ്റെ വെജിറ്റേഷൻ പ്രൊഫൈലിൻ്റെ ഒരു പിക്ചറാണ് ഈ കാണുന്നത്. നമുക്ക് കാണാൻ പറ്റും അവിടെ മാത്രമേ ട്രീസ് ഉള്ളൂ, ഒരു ഓപ്പൺ കനോപ്പിയാണ് കാണാൻ പറ്റുന്നത്. ഒത്തിരി ഗ്രാസസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ റൂട്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഡെപ്തിൽ വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന റൂട്ട്സ് ആണ്. Different groups of plants are prominent in the savanna of different regions. Across large parts of the tropical American savanna, the most common broadleaf trees are Curtula lacusberries. Grasses include species of cutgrass and bahia grass. സവന പല രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പല കോണ്ടിനെൻറ്റ്സിൽ കാണപ്പെടുന്നുണ്ട്. ഓരോ സ്ഥലത്തും സവനയിൽ കാണപ്പെടുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിരിക്കും. ഇപ്പോൾ അമേരിക്കൻ സവനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ബ്രോഡായിട്ടുള്ള ലീവ്സ് ഉള്ള ട്രീസാണ് അവിടെ കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പ്രധാനമായി കണ്ടുവരുന്നത് കർട്ടലയും അതുപോലെ ലക്കസ്ബെറീസുമാണ്. ഇനി ഗ്രാസസിൽ കട്ട് ഗ്രാസും ബാഹിയ ഗ്രാസും ആണ് അവിടെ കണ്ടുവരുന്നത്. ഇനി അർജന്റീന ദ മോസ്റ്റ് കോമൺ വുഡി പ്ലാന്റ് ഈസ് ബീൻ റിലേറ്റീവ് പ്രൊസോപ്പസ്. അർജന്റീനയിൽ കണ്ടുവരുന്നത് പ്രൊസോപ്പിസ് എന്ന് പറയുന്ന ഒരു വുഡി പ്ലാന്റ് ആണ്. ദെൻ ഇൻ ദ ഡ്രയർ റീജിയൻസ് ഓഫ് ഈസ്റ്റ് ആഫ്രിക്ക അക്കേഷ്യ, ബുഷ്വില്ല ആർ ദ മോസ്റ്റ് കോമൺ സവന ട്രീസ് വിത്ത് തിക് ട്രങ്കഡ് ബയോബാബ്. ഈസ്റ്റ് ആഫ്രിക്കയിൽ അക്കേഷ്യയും ബുഷ്വില്ലും ബയോബാബും കണ്ടുവരുന്നു. among the most prevalent grasses are the species of blue stem, thatching grass and kangaroo grass. ഇനി ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഗ്രാസസ് എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റെമും thatching ഗ്രാസും കങ്കാരു ഗ്രാസും ആണ്. The dominant trees of savanna in Australia and South New Guinea are the various species of eucalypts with acacia. സവന റീജിയൻ്റെ ഒരു ടിപ്പിക്കൽ പിക്ചറാണ് നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി ഗ്രാസസ് ഉണ്ട്. അവിടെ എവിടെയായിട്ട് മാത്രമായിട്ട് സ്കേഴ്സ് ആയിട്ട് വലിയ ട്രീസ് ഉണ്ട്. പിന്നെ കൂടുതൽ ഷ്രബ്സ് ആണ് കാണപ്പെടുന്നത്. ഇത് അക്കേഷ്യയാണ്. നേരത്തെ പറഞ്ഞ ട്രീസ് ആയിട്ടുള്ള കർട്ടല, ലക്കസ്ബെറീസ്, ബയോബാബ്, അക്കേഷ്യ. പ്രൊസോപ്പസ്, eucalypts and bushwillow. ഗ്രാസസിന്റെ പല വെറൈറ്റീസ് പറയുന്നു. ബാഹിയ ഗ്രാസ്, thatching grass, blue stem grass, kangaroo grass and elephant grass. The savanna vegetation consists of occasional trees amidst extensive grasses which give it a parkland appearance. സവന വെജിറ്റേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒക്കേഷണൽ ആയിട്ട് മാത്രം കാണപ്പെടുന്ന ട്രീസും എക്സ്റ്റെൻസീവ് ഗ്രാസസുമാണ്. അതൊരു പാർക്ക്ലാൻഡ് അപ്പിയറൻസ് സവനയ്ക്ക് നൽകുന്നുണ്ട്. Many trees are umbrella shaped, exposing only a narrow edge to the strong winds.
ട്രീസിൻ്റെ പ്രത്യേകത പൊതുവെ അത് അംബ്രല ഷേപ്പാണ്. പ്രത്യേകിച്ച് അക്കേഷ്യ നോക്കിയാൽ അറിയാം അതൊരു അംബ്രല ഷേപ്പാണ്. അതിൻ്റെ നാരോ എഡ്ജ് മാത്രമാണ് സ്ട്രോങ് വിൻഡ്സിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോസ് ചെയ്ത് കാണപ്പെടുന്നത്. ദ വെജിറ്റേറ്റീവ് ലക്ഷറൻസ് റീച്ചസ് ഇസ് പീക്ക് ഇൻ ദ റെയിനി സീസൺ. അതേസമയം റെയിനി സീസൺ ആകുമ്പോൾ വെജിറ്റേഷൻ കുറച്ചുകൂടെ വളരെ ലക്ഷറി ആയിട്ട് കാണപ്പെടാറുണ്ട്. The grasses in the savanna lands are tall and coarse, growing 6 to 15 feet high. സവന ലാൻഡ്സിലെ ഗ്രാസസ് 6 മുതൽ 15 അടി വരെ ഹൈറ്റിൽ വളരാറുണ്ട്. അത് ഇത്തിരി കൂടെ കോഴ്സ് ആയിട്ടുള്ള ഗ്രാസസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. ദ എലിഫന്റ് ഗ്രാസ് അറ്റൈൻ എ ഹൈറ്റ് ഓഫ് അബൌട്ട് 15 feet. Animal life. Savannas provide habitats for a wide array of animals. Less spectacular but nevertheless very important are the small invertebrates. For example, grasshoppers and caterpillars are among the chief consumers of the understory foliage, and termites are significant consumers of the dead plant matter including wood. സവന റീജിയനിലും ഒത്തിരി ആനിമൽസ് കാണപ്പെടുന്നുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതല്ലെങ്കിലും സ്മോൾ ആയിട്ടുള്ള ഇൻവെർട്ടിബ്രൈറ്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോള് സവന റീജിയനിൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട അണ്ടർ സ്റ്റോറി ഫോളിയേജിൻ്റെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പേഴ്സും കാറ്റർപില്ലേഴ്സുമാണ്. ഇനി ഡെഡ് ഓർഗാനിസംസിനെ അതുപോലെ പ്ലാന്റ് മാറ്ററിനെയൊക്കെ ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില ടെർമൈറ്റ്സും ഉണ്ട്. The best known savanna fauna because of its large mammals is that of Africa. ഇനി സവന റീജിയനിലെ സവന ഫൗന ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ലാർജ് മാമൽസ് കണ്ടുവരുന്നത് ആഫ്രിക്കയിലാണ്. These large mammals basically are a part of this grassland community. ഈ ഗ്രാസ്ലാൻഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു പാർട്ടാണ് ഈ ലാർജ് ആനിമൽസ് എല്ലാം തന്നെ. Most depend on the grass component of vegetation for their food either directly or indirectly, as do the herbivorous buffalo, zebra, gnu, hippopotamus, rhinoceros, antelope, or indirectly as is true of the carnivores or scavengers that feed primarily on those herbivores. ഈ ആനിമൽസ് എല്ലാം തന്നെ ഈ ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അത് ഡയറക്റ്റും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇൻഡയറക്റ്റും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഹെർബിവോറസ് ആനിമൽസ് ആണ്. എക്സാമ്പിൾ ബഫലോ, സീബ്ര, ന്യൂ, ഹിപ്പോപ്പൊട്ടാമസ്, റൈനോസസ്, ആന്റിലോപ്പ് തുടങ്ങിയവ. ഇനി ഇൻഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ആനിമൽസിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന കാർണിവോറസ് അല്ലെങ്കിൽ സ്കാവഞ്ചേഴ്സ് ആനിമൽസ് ആണ്. Only a small number, including the giraffe and elephant, rely on foliage or fruit from often thorny trees. അവിടെ വളരുന്ന ട്രീസിൽ നിന്നുള്ള ഫ്രൂട്ടും ഫോളിയേജും ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് ജിറാഫ്, എലിഫന്റ് തുടങ്ങിയ മൃഗങ്ങളാണ്. സവന റീജിയനിൽ താമസിക്കുന്ന ആനിമൽസിനെ പറ്റിയിട്ടുള്ള ക്ലിയർ ആയിട്ടൊരു പിക്ചറാണ് ഇത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, അവിടെ എവിടെയായിട്ട് സ്കാറ്റർ ചെയ്ത് കാണപ്പെടുന്ന ട്രീസ് ഉണ്ട്, അതിന് അംബ്രല ഷേപ്പാണ്. ഇനി ഇവിടെ കാണപ്പെടുന്നത് നോക്കാം, ഡിയർ ഉണ്ട്, ജിറാഫ് ഉണ്ട്, സീബ്രയുണ്ട്, എലിഫന്റ് ഉണ്ട്, വൈൽഡ് ബെഫലോ കാണപ്പെടുന്നു, വൈൽഡ് പിഗ്സ് ഉണ്ട്, ആന്റിലോപ്സ് ഉണ്ട്, ആന്റീറ്റേഴ്സ് ഉണ്ട്, ദെൻ ലയൺ ഉണ്ട്, അതുപോലെ തന്നെ ലെപ്പോർഡ് ഉണ്ട്, വൾച്ചർ ഉണ്ട്, പിന്നെ ചെറിയ രീതിയിലുള്ള ടെർമൈറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും, ഗ്രാസ് ഹോപ്പേഴ്സ് ഉണ്ട്. അങ്ങനെ ഇത്രയും വൾച്ചേഴ്സ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേരുന്നതാണ് സവനയിലെ ആനിമൽ ലൈഫ് എന്ന് പറയുന്നത്. സവനയുടെ ആനിമൽ ലൈഫിൻ്റെ ഒരു ഒറിജിനൽ പിക്ചറാണ്. ഒത്തിരി ആനിമൽസ് ഗ്രൂപ്പായിട്ട് ഇവിടെ നിൽക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. Large animals are uncommon in Australian savanna and is represented mainly by several species of family Macropodidae such as kangaroos and wallabies. ഇനി ആഫ്രിക്കൻ സവനയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആഫ്രിക്കൻ സവനയാണ് ഒരു ടിപ്പിക്കൽ സവന എന്ന് പറയുന്നത്. ഇനി ഓസ്ട്രേലിയൻ സവനയിൽ അത്രത്തോളം വലിയ ആനിമൽസ് ഒന്നും തന്നെയില്ല. പിന്നെ അവിടെ കണ്ടുവരുന്നത് കങ്കാരൂസും വലാബീസുമാണ്. However, in that region, a wide variety of very large mammals and reptiles become extinct several thousands years ago after the first arrival of humans. പണ്ട് കാലത്ത് അവിടെ വലിയ മാമൽസും റെപ്റ്റൈൽസും ഒക്കെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പിന്നീട് മനുഷ്യൻ്റെ വരവോടുകൂടെ അത് നശിച്ചു പോവുകയാണ് ചെയ്തത്. Their place today is taken by animals, both domesticated and feral, that has been introduced by humans, mainly cattle, but also horses and more locally camels, donkeys and Asian water buffalo. ഇന്ന് ഓസ്ട്രേലിയൻ സവനയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ആനിമൽസ് ആണ്, പ്രത്യേകിച്ച് കാറ്റൽസ്, ഒപ്പം തന്നെ ഹോഴ്സസ് കാണപ്പെടുന്നു, കാമൽസ്, ഡോങ്കീസ്, ഏഷ്യൻ വാട്ടർ ബഫലോ ഒക്കെ കാണപ്പെടുന്നു. ഇത് നമ്മുടെ സവന റീജിയനിൽ കണ്ടുവരുന്ന ആന്റിലോപ്പാണ്, അത് ആഫ്രിക്കയിൽ കണ്ടുവരുന്നതാണ്. ന്യൂ ആണ്, ഇതും ആഫ്രിക്കയിലാണ് കണ്ടുവരുന്നത്. വെലാബീസ്, കങ്കാരു പോലത്തെ ഒരു ടൈപ്പാണ്, ഇത് ഓസ്ട്രേലിയൻ സവനയിലാണ് കണ്ടുവരുന്നത്. ബാക്കിയുള്ള സവന റീജിയൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.